ഇന്ന് നമ്മളൊരു 10th പ്രിലിമിനറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒരു PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ പോയിന്റ്സും ഇതുപോലെ ഷോർട്ട് നോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരിക്കും, മനസ്സിൽ കയറാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് ഭാഗം ഫസ്റ്റ് ഉണ്ട്, കുറച്ച് ഭാഗം എൻഡിലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്താനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ശരിയായത്? 4 കൊടുത്തിട്ടുണ്ട് അല്ലെ. 1908 തിരുവനന്തപുരം ജില്ലയിലാണോ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്? ആണോ? 1908 ജനിച്ചത്? അല്ല അല്ലെ. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ വർഷം തിരിച്ചിട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നാ ജനിച്ചത്? 1809 കേട്ടോ. 1809 ആര് ജനിച്ചത്? വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. പിന്നെ കൊല്ലൂർ ഗ്രാമത്തിലാണോ? അല്ല, കന്യാകുമാരി ജില്ലയിലെ ശാസ്താംകോവിലാണ് കേട്ടോ. കന്യാകുമാരി ജില്ലയിലെ ശാസ്താംകോവിലാണ് ആര് ജനിച്ചത്? വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് അല്ലെ. പിന്നെ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ തെറ്റാണ്. ഒന്നാമത്തെ തെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇതും ക്യാൻസൽ ആക്കാം, എയും ഡിയും ക്യാൻസൽ ആക്കാം. പിന്നെ 1ഉം 2ഉം ഇതും ശരിയാന്ന് മനസ്സിലായി, ഇതും ശരിയാന്ന് മനസ്സിലായി. പിന്നെ നാലാമത്തെ പോയിന്റ്, കണ്ണാടി പ്രതിഷ്ഠ നടത്തി. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമിയാണോ? ആണല്ലേ. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും ആരാണ്? വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ് കേട്ടോ. വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. അപ്പൊ ഏതാ ആൻസർ? ബി ആണ് ആൻസർ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം വൈകുണ്ഠ സ്വാമികളെ പറ്റിയുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ്. 1809 ആര് ജനിച്ചു? വൈകുണ്ഠ സ്വാമികൾ ജനിച്ചു. എവിടെ ജനിച്ചു? കന്യാകുമാരി ജില്ലയിലെ ശാസ്താംകോവിൽ ജനിച്ചു അല്ലെ. അതേപോലെ അദ്ദേഹത്തിന്റെ അയ്യാവഴി എന്ന് പറയുന്ന ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികളുടെയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അപ്പൊ അയ്യാവഴി ആരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കതും അയ്യാവഴി എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അയ്യാവഴി എന്ന് പറയുന്നത് ആരുടെ? വൈകുണ്ഠ സ്വാമികളുടെയാണ്. അതേപോലെ അരുൾനൂൽ എന്ന് പറയുന്നത് ആരുടെയാണ്? അദ്ദേഹത്തിന്റെയാണ് അല്ലെ. വൈകുണ്ഠ സ്വാമികളുടെ രചനയാണ്. വൈകുണ്ഠ സ്വാമികൾ രചിച്ച ഇതാണ് ഏത്? വരുൾനൂൽ എന്ന് പറയുന്നത്, അരുൾനൂൽ എന്ന് പറയുന്നത്. അതേപോലെ അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠയാണ് എന്തറിയപ്പെടുന്നത്? കണ്ണാടി പ്രതിഷ്ഠ എന്നറിയപ്പെടുന്നത് അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന. അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? തെറ്റായതാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. എന്തിനെ പറ്റിയിട്ടാണ്? വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കുറിച്യ കലാപത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ഒന്നാമത്തെ നോക്കാം. കലാപം നടന്നത് 1812 കലാപം നടന്നത് 1812 ശരിയാണോ? 1812 കലാപം നടന്നത്? ആണല്ലേ. 1812 എന്ത് നടന്നത്? കുറിച്യ കലാപം നടന്നത്. രണ്ടാമത്തെ പോയിന്റ്, കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെ നിയോഗിച്ചത്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയാണോ നിയോഗിച്ചത്? അല്ല അല്ലെ. കുറിച്യ കലാപത്തിന്റെ നേതാവാണ് ആര്? രാമൻ നമ്പി എന്ന് പറയുന്നത് അല്ലെ. കുറിച്യ കലാപത്തിന്റെ നേതാവാണ് ആര്? രാമൻ നമ്പി എന്ന് പറയുന്ന ആള് അല്ലെ. അയാളെ തന്നെ ബ്രിട്ടീഷുകാരുടെ കലാപത്തെ അടിച്ചമർത്താൻ നിയോഗിക്കോ? ഇല്ല. അപ്പൊ കുറിച്യ കലാപത്തിന്റെ നേതാവാണ് രാമനമ്പി. മൂന്നാമത്തെ പോയിന്റ്, കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. അത് ഈ കുറിച്യ കലാപവുമായി ബന്ധമുണ്ടോ? ഇല്ല അല്ലെ. കാരണം എന്താ? പാലിയത്തച്ഛൻ എവിടുത്തെ ആളാണ്? കൊച്ചി കലാപവുമായി ബന്ധപ്പെട്ട ആളാണ് കേട്ടോ. കൊച്ചി കലാപവുമായി ബന്ധപ്പെട്ട ആളാണ് ആര്? ഈ പാലിയത്തച്ഛൻ എന്ന് പറയുന്ന ആളല്ലേ. അപ്പൊ പിന്നെ നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാ? കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാ അല്ലെ. കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ് ഏത്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന് പറയുന്നത്. അപ്പൊ കുറിച്യ കലാപവുമായി ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? തെറ്റായതാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ തെറ്റ്? 2ഉം 3ഉം ആണ് അല്ലെ തെറ്റ്. 2ഉം 3ഉം ആണ് തെറ്റ്. അപ്പൊ കുറിച്യ കലാപവുമായിട്ട് എന്താ? കുറിച്യ കലാപമായിട്ട് ഒന്ന് പറഞ്ഞ പോയിന്റ്സ് ഒന്ന് ചുരുക്കി പറയാം. കുറിച്യ കലാപം 1812 അല്ലെ നടന്നത്. 1812 കുറിച്യ കലാപത്തിന്റെ നേതാവാരായിരുന്നു? രാമനമ്പി ആയിരുന്നു. അതേപോലെ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ള മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടതാ? കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ പിന്നെ ഈ പാലിയത്തച്ഛൻ എന്ന് പറയുന്ന ആള് എവിടുത്തുകാരനാ? കൊച്ചി കലാപവുമായി ബന്ധപ്പെട്ട ആളാണ് അല്ലെ. ഈ കുറിച്യ കലാപവുമായിട്ട് ആർക്ക് ബന്ധമല്ല? ഈ പാലിയത്തച്ഛന് ബന്ധമല്ല അല്ലെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അത് ആവശ്യമില്ല, പഴയതാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ശരിയായ ജോഡി കണ്ടെത്താൻ അല്ലെ. ശരിയായ ജോഡി കണ്ടെത്താനാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. ശരിയാണോ? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്? ശരിയാണല്ലേ. ഒന്ന് ശരിയാണ്. ഒന്ന് ശരിയാകുമ്പോ നമുക്ക് എന്താ? ഇതും വെട്ടാം, ഇതും വെട്ടാം. ഒന്നുമില്ലെങ്കിൽ എ അല്ലെങ്കിൽ ഡി അല്ലെ. അതേപോലെ 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ് നടന്നത് 1907 സൂററ്റ് സമ്മേളനത്തിലാണോ?
സൂറത്ത് സമ്മേളനത്തിലാണോ? ആണല്ലേ, 1907. അപ്പോ 1907 സൂറത്ത് സമ്മേളനത്തിലാണ് എന്ത് നടന്നത്? കോൺഗ്രസിന്റെ പിളർപ്പ് ഉണ്ടായത് അല്ലെ, കോൺഗ്രസിന്റെ പിളർപ്പ് ഉണ്ടായത്. അടുത്ത പോയിന്റ്, 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയി. 1934 ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്? ആണോ? അല്ല അല്ലെ, എന്താണ്? ഇത് തെറ്റായ പ്രസ്താവന കേട്ടോ. 1924 അല്ലെ. 1924 ബെൽഗാം സമ്മേളനത്തിലാണ് കേട്ടോ. 1924 ബെൽഗാം സമ്മേളനത്തിലാണ് ആര് പ്രസിഡന്റ് ആയത്? കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായത്? ഗാന്ധിജി ആയത്. അടുത്ത പോയിന്റ്, 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. ആ പോയിന്റ് ശരിയാണോ? 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം ഉണ്ടായത്? ആ പോയിന്റ് ശരിയാണല്ലേ. അപ്പൊ 4ാമത്തെ പോയിന്റും ശരിയാണ്. അപ്പൊ ഏതാ ആൻസർ വരിക? എ ആണ് ആൻസർ വരിക. അപ്പൊ ഈ ഇതും ചുരുക്കി പറയാം. 1885 എന്താ ഉണ്ടായത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. അതേപോലെ സൂററ്റ് പിളർപ്പുണ്ടായ വർഷം ഏതാ? 1907 കേട്ടോ. 1907 സൂററ്റിന്റെ പിളർപ്പ് ഉണ്ടായത്. അതേപോലെ ഗാന്ധിജി ഏത് സമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്? 1924 ബെൽഗാം സമ്മേളനത്തിലാണ് കേട്ടോ. ബെൽഗാം സമ്മേളനത്തിലാണ്. അതേപോലെ 1929 പ്രത്യേകത എന്താ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം നടന്നില്ലേ. പൂർണ്ണ സ്വരാജൊക്കെ അംഗീകരിച്ചത് എപ്പോഴാണ്? പൂർണ്ണ സ്വരാജ് എന്നുള്ള ആശയമൊക്കെ എപ്പോഴാണ്? 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിലാണ് അല്ലെ.
അടുത്ത എന്താ 9ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ കറണ്ട് അഫയർ ആയിരുന്നു, അത് നമുക്ക് ഇപ്പൊ ആവശ്യമില്ല. അപ്പൊ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ശരിയായ ജോഡി, ശരിയായ കാലക്രമം കണ്ടെത്താനായി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിർത്തി ഗാന്ധിയുടെ മരണം ഏത് ഡേറ്റിലാ? 1988 കേട്ടോ. 1988 ആര് മരിച്ചത്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് കേട്ടോ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് ആര്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. അദ്ദേഹം മരിച്ച 1988. പിന്നീട് മലബാർ കലാപം ഉണ്ടായത് എന്നാ? മലബാർ കലാപം 1921. അതേപോലെ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത് എന്നാ? 1936. ജവഹർലാൽ നെഹ്റുവിന് മരണപ്പെട്ടത് എപ്പോഴാ? 1964. അപ്പൊ ഇതിൽ ഓർഡറിലാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ഏതാ? ഫസ്റ്റ് വരുന്നത് മലബാർ കലാപമാണ് അല്ലെ. മലബാർ കലാപം 2 ഫസ്റ്റ് വരുന്നത്. അപ്പൊ 2 ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നോ കട്ട് ചെയ്യാം. അപ്പൊ 2 ഫസ്റ്റ് വരുന്നത്. മലബാർ കലാപം 1921. പിന്നെ ഏതാ വരുന്നത്? 1936 ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെ. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം 3. അപ്പൊ ഓപ്ഷൻ ഏതാ ശരി? എ ആണ് ശരി. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം 1936. പിന്നീട് ഏതാ വരുന്നത്? ജവഹർലാൽ നെഹ്റുവിന്റെ മരണമാണ് 1964. ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടു. പിന്നീട് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ മരണം 1988 അല്ലെ. അപ്പൊ നമുക്കിത് ചുരുക്കി പറഞ്ഞാലോ? 21 ഏതാ? നിങ്ങൾ മനസ്സിലൊന്ന് വിചാരിച്ച് നോക്കൂട്ടോ. 21 ഏതാ? മലബാർ കലാപം. 36 ഏതാ? ക്ഷേത്രപ്രവേശന വിളംബരം. 64 ഏതാ? നെഹ്റുവിന്റെ മരണം. 88 ഏതാ? അതിർത്തി ഗാന്ധിയുടെ മരണം, അതായത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ മരണം അല്ലെ. അപ്പൊ നമ്മള് ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ട്, അതായത് ഈ ഒരു പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് പാർട്ടാണിത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്തൊരു ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം.